തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് കൂടുവിട്ട 3 ഹനുമാൻ കുരങ്ങുകൾ തിരിച്ചു കൂട്ടിൽ കയറിയില്ല. രാത്രിയോടെ കൂട്ടിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. മനുഷ്യ സാന്നിധ്യമുണ്ടായാൽ കുരങ്ങ് തിരിച്ചെത്താൻ സാധ്യത കുറവെന്നാണ് വിലയിരുത്തൽ. അതിനാൽ നാളെ സന്ദർശകരെ ഒഴിവാക്കാൻ ധാരണയായിട്ടുണ്ട്. ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഗോകുൽ, ഈ കുരങ്ങുകൾ തന്നെ കൂട്ടിൽ വന്ന് കയറുമെന്നാണോ വിശ്വസിക്കുന്നത്? അതുപോലെ തന്നെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. നാളെയും മൃഗശാല അടച്ചിടാനാണോ സാധ്യത? സന്ധ്യ, ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കുരങ്ങുകൾ അതായത് കൂടിന് പുറത്തേക്ക് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 3 ഹനുമാൻ കുരങ്ങ് വിഭാഗത്തിൽപ്പെടുന്ന പെൺകുരങ്ങുകളാണ് ഇത്തരത്തിൽ ചാടിപ്പോയത്. ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു. ഈ കനത്ത മഴയിൽ കൂടിനോട് ചേർന്ന് മുള ഒടിഞ്ഞു വീഴുകയും ഈ മുളയിൽ പിടിച്ച് കയറുകയുമായിരുന്നു. എന്തായാലും ഇതിപ്പോൾ ഉള്ളത് മ്യൂസിയം കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുള്ള മരത്തിൽ തന്നെയാണ്. കൂടിനോട് ചേർന്ന് തന്നെയാണ് ഈ മരവും നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ കൂട്ടിൽ ഒരു ആൺകുരങ്ങ് മാത്രമാണുള്ളത്. 3 പെൺകുരങ്ങാണ് ഉള്ളത് പുറത്തുള്ളത്. എന്തായാലും ഇതിനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ മൃഗശാല അധികൃതർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. എന്തായാലും ഇന്ന് തിങ്കളാഴ്ച ദിവസമായതിനാൽ തന്നെ മൃഗശാല അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സന്ദർശക തിരക്കോ കാര്യങ്ങളോ മ്യൂസിയം പരിസരത്തോ മൃഗശാല പരിസരത്തോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അനുനയ ശ്രമങ്ങൾ മുൻപോട്ട് പോവുകയായിരുന്നു. എന്തായാലും നാളെ പ്രവൃത്തി ദിവസമാണ്. അതുകൊണ്ട് തന്നെ നാളെ വലിയ തിരക്കുമുണ്ടാകും. എന്തായാലും ആ ഒരു അനുനയ ശ്രമങ്ങളൊക്കെ പാളിപ്പോകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നാളെ കൂടെ സന്ദർശകരെ വിലക്കുന്നത് മൃഗശാല അധികൃതർ ആലോചിക്കുന്നത്. എന്തായാലും അതിൽ തീരുമാനമായിട്ടില്ല. ഏറിയ പങ്കും നാളെ തന്നെ ഇത്തരത്തിൽ തന്നെ സന്ദർശക വിലക്കുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും അനുനയ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഭക്ഷണം അടക്കം കാട്ടി കൂട്ടിലേക്ക് വിളിക്കുന്ന ഒരു രീതിയിലൊക്കെ തന്നെ മുൻപോട്ട് പോകാനാണ് നിലവിൽ സാധ്യത. നാളെ എന്തായാലും സന്ദർശക വിലക്ക് നിലനിൽക്കാനാണ് സാധ്യത. ശരി ഗോകുൽ, എന്തായാലും ചാടിപ്പോയ ഹനുമാൻ കുരങ്ങുകൾ കൂട്ടിൽ തിരിച്ചെത്തും രാത്രിയോടെ എന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. നാളെ ചിലപ്പോൾ അങ്ങോട്ടേക്ക് സഞ്ചാരികളെ കടത്തിവിടുന്നതിൽ ചിലപ്പോൾ വിലക്കുണ്ടാവാനും സാധ്യതയുണ്ട്. ഗോകുൽനാഥാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.